പുനലൂർ ചെങ്കോട്ട ബ്രോഡ്ഗേജ് പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റെയിൽവേ പുറമ്പോക്ക് നിവാസികൾക്ക് അധികൃതർ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകി തുടങ്ങി. ഇടമൺ മുതൽ കഴുതുരുട്ടി വരെയുള്ള റീച്ചിൽ ഏകദേശം 85 വീടുകൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതോടെ തലമുറകളായി റെയിൽവേ പുറമ്പോക്കിൽ ജീവിച്ചു വരുന്ന പാവങ്ങൾ ആശങ്കയിലായി. നേരത്തെ 30 വീടുകൾ ഒഴിപ്പിക്കുമെന്നായിരുന്നു വിവരം. ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ ഓരോ തവണ വരുമ്പോഴും പലതാണ് പറയുന്നതെന്ന് പുറമ്പോക്ക് നിവാസികൾ പറയുന്നു. നമുക്കറിയത്തില്ല, പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞേക്കുന്നത്. ആദ്യമേ ഒന്ന് പറഞ്ഞ പോലല്ല രണ്ടാമത് പറയുന്നത്. മൂന്ന് പ്രാവശ്യം വന്ന് 3 പ്രാവശ്യം ഓരോ രീതിയിലാണ് പറയുന്നത്. പഞ്ചായത്തിലൊക്കെ 3 സെന്റിന് തരാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് പരാതിയൊന്നും പറയാൻ പോയില്ല. പക്ഷേ ഓരോ പ്രാവശ്യം ഓരോ രീതി പറയുന്നത് നമുക്കത് വ്യക്തമായ തീരുമാനം എടുക്കാനും പറ്റത്തില്ല. ഒരു പ്രാവശ്യം പറയും പൊളിക്കുന്നത്, ഒരു പ്രാവശ്യം പറയും കുഴപ്പമില്ല, അതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. അപ്പം അതിൻ്റെ രീതി അങ്ങനെ ആയതുകൊണ്ട് പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണെന്നുള്ള ഇതൊരു തീരുമാനം അവർ ഉറപ്പ് പറഞ്ഞിട്ടില്ല. ചില വീടുകൾക്ക് മഞ്ഞ നിറത്തിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇവർ ഉടൻ ഒഴിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശം. റെയിൽവേ ആദ്യമടിച്ച കുറ്റികൾ രണ്ടാമത് വീണ്ടും ഉള്ളിലേക്ക് കയറ്റി അടിക്കുകയാണ്. അതേസമയം പുനരധിവാസം സംബന്ധിച്ച് ധാരണയില്ലാതെ ഒഴിഞ്ഞു പോകുന്നത് എങ്ങനെയെന്നാണ് പുറമ്പോക്ക് നിവാസികളുടെ ദയനീയമായ ചോദ്യം. ഇതിനെപ്പറ്റി എന്തോന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പഞ്ചായത്ത് വേണം ഇതിന്റെ തീരുമാനം എടുക്കാൻ. ഇവിടുത്തെ പഞ്ചായത്ത് വേണം, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, പ്രസിഡന്റുമാരുണ്ട്. അവർ വേണം ഇതിന്റെ തീരുമാനങ്ങളും കാര്യങ്ങളും. ഇവിടെ അന്തി ഉറങ്ങുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് 3-4 തലമുറ കഴിഞ്ഞതാണ്. 3-4 തലമുറ കൊണ്ട് ഇവിടെ ജീവിക്കുന്നവരാ. ഇവിടം പറ്റി ഞങ്ങൾക്ക് വേറെ വഴിയില്ല, കാര്യമില്ല. പരാതികളുള്ളവർ മധുര ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടാനും റെയിൽവേ നൽകിയ നോട്ടീസിൽ പറയുന്നു. ചിലർ നോട്ടീസ് പഞ്ചായത്തിൽ ഹാജരാക്കി പരാതിപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇപ്പം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ആൾക്കാർ കൊണ്ടുവന്ന് പേപ്പർ കൊണ്ട് തന്നു. അന്നേരം ഈ പേപ്പർ തരേണ്ട കാര്യം എന്തുവാ എന്ന് ചോദിച്ചവും പറഞ്ഞ് അത് നിങ്ങൾ ഇവിടുന്ന് മധുരയിൽ ചെല്ലുക, മധുരയിൽ ചെന്നിട്ട് മധുരയിൽ ചെന്ന് മധുരയിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരുമായിട്ട് സംസാരിക്കുക. അതിനെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതലെപ്പറ്റി വിശദീകരിച്ച് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ തെന്മല പഞ്ചായത്ത് ജീവിക്കുന്നവരാ. അത് പഞ്ചായത്തിലുള്ളവർ വേണം ഏത് വീട് ഇവിടുന്ന് റെയിൽവേയിൽ നിന്ന് മാറ്റി കൊടുക്കണമെന്ന് വെച്ചാൽ ആ വീട് നമ്മൾ മാറ്റി കൊടുക്കാൻ തയ്യാറ്. അവർക്ക് ബുദ്ധിമുട്ടുള്ള വീട് നമ്മൾ മാറ്റി കൊടുക്കാൻ തയ്യാറ് തന്നെ. ആവശ്യമില്ലാത്ത വീടുകൾ അതിൽ ഇവിടുത്തെ പഞ്ചായത്താണ് തീരുമാനിക്കേണ്ടത്. പിന്നെ അവരുടെ ഉദ്യോഗസ്ഥന്മാർ വരിക, അവർ പല രീതിക്കുള്ള അളവുകൾ എടുക്കുക, പല രീതിയിലും വന്ന് സംസാരിക്കുക. ഇവിടെ നമ്മളിപ്പം സ്വൈര്യമായിട്ട് കിടന്നുറങ്ങാനൊക്കാത്തൊരു സാഹചര്യമായിരിക്കുക ഇപ്പം. എന്നാൽ സംയുക്ത വെരിഫിക്കേഷനിലൂടെ പരിശോധിച്ച പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പറയുന്നത്. നോട്ടീസ് ലഭിച്ച എല്ലാവരെയും കുടിയൊഴിപ്പിക്കാനാകില്ലെന്നും അത്തരത്തിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതേപോലെ തന്നെ ഇടമണ്ണിൽ 10 കുടുംബങ്ങൾക്ക് നേരത്തെ വെള്ളിമല ഭാഗത്ത് നോട്ടീസ് നൽകിയിരുന്നു. അവിടെ നമ്മൾ റെയിൽവേയോട് ആവശ്യപ്പെട്ടത് ഇതിന്റെ പേരിൽ അനാവശ്യമായി ആവശ്യമില്ലാത്ത കുടുംബങ്ങളെ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു അജണ്ടയുമായി റെയിൽവേ വന്നാൽ അതിനെ അംഗീകരിക്കില്ല എന്ന് പറയുകയും അതിനെ തുടർന്ന് ഒരു ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി അത്യാവശ്യം ഒഴിപ്പിക്കേണ്ട 3 കുടുംബങ്ങളെ ഒഴിപ്പിക്കുവാനും ഒരു കുടുംബത്തെ ഭാഗികമായി വീട് പൊളിച്ചു മാറ്റി കൊടുക്കുകയും ചെയ്തു. ബാക്കിയുള്ള കുടുംബങ്ങളെ അവിടെ തന്നെ നിലനിർത്തുകയും ചെയ്യുന്ന സമീപനമാണ് റെയിൽവേ ലാൻഡിലാണെങ്കിൽ പോലും അവർ 10-100 വർഷക്കാലമായി അവിടെ താമസിക്കുന്നവർ എന്നുള്ള നിലയിൽ റെയിൽവേയുടെ വികസനത്തിന് ഇപ്പോഴാവശ്യമില്ലാത്ത ആ കുടുംബങ്ങളെ നിലനിർത്തുകയും ചെയ്തു. അതേ രീതിയിലുള്ളൊരു സമീപനം സ്വീകരിക്കണമെന്നാണ് റെയിൽവേയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ഇന്ന് നടത്തിയ ചർച്ചയിൽ ഞാൻ ആവശ്യപ്പെട്ടത്. അതവർ അംഗീകരിച്ചിട്ടുണ്ട്. തെന്മല പഞ്ചായത്തിലെ ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ള മുഴുവൻ ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി തെന്മല ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടണം, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം എന്ന് അവരോട് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ 30-ാം തീയതിക്ക് മുമ്പായി ഒരു ദിവസം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ സമ്മതിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല.